ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഇങ്ങനെ ഭയങ്കര ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മുഴുവനും ഗ്യാസ് അടുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി, പാത്രങ്ങളൊക്കെ കഴുകി, സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കി കിടക്കും. പക്ഷേ ഈ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ് ഞാൻ എന്തായാലും ചെയ്യാറുണ്ട്. എന്തെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ഈ കൈയൊക്കെ നനച്ചിട്ട് നമ്മൾ അവിടെയൊക്കെ പോയി തൊടത്തില്ലേ, അങ്ങനെ തൊടുമ്പം ആ പാടൊക്കെ അവിടെ തന്നെ അങ്ങിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും കാണത്തൊന്നുമില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ ചെളിയും പൊടിയും അഴുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഇപ്പം എൻ്റെ കിച്ചൻ്റെ അവസ്ഥ വേണ്ട ഈ കാണുന്നതാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പം വലിയ മെസ്സപ്പൊന്നും അല്ല, അടുക്കി ഒതുക്കിയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും അവിടെയും ഇവിടെയും ഒക്കെ ഒരുപാട് ചെളികളും പൊടികളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വേണ്ട ഈ ഒരു ഗ്യാസ് അടുപ്പ് ഇത് കണ്ടോ, ഇത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്തുണ്ടാക്കിയാലും എപ്പോഴും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഭയങ്കരമായിട്ട് എണ്ണ പൊട്ടിത്തെറിക്കലും. ഇന്ന് രാവിലെ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ പരിപ്പ് വെള്ളം കുക്കറിനകത്തിട്ട് പരിപ്പ് വിസിലടിച്ചിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഇങ്ങോട്ടേക്ക് ചാടി മുഴുവനും കുളമായിട്ട് കിടക്കുകയാണ്. പിന്നെ അതാണ് നമ്മുടെ ഈ ഒരു കബോർഡൊക്കെ കണ്ടില്ലേ, ഈ കബോർഡിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്ന് അങ്ങ് തുറക്കുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഫുള്ള് പൊടിയുണ്ട്. ഞാൻ പൊടി കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, കയ്യിലൊക്കെ പൊടിയുണ്ട്. ഒരുപാട് പൊടിയൊന്നുമില്ല കേട്ടോ, കാരണം ഞാനെപ്പോഴും ഇങ്ങനെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത്ര വലിയ ഉഴപ്പിയൊന്നും ഇടാറൊന്നുമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ഒക്കെ ചെയ്യുന്നത് നല്ലതല്ലേ. നമുക്ക് മനസ്സിനൊരു സുഖം, കാണുമ്പോൾ നമുക്ക് സന്തോഷം, വൃത്തിക്കും മെനക്കും കിടക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത്ര തന്നെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനിങ് ഒക്കെ തുടങ്ങാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്ലീനിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ചെയ്താലും എനിക്ക് മടുക്കത്തുമില്ല. തുണി അലക്കലൊക്കെയാണ് എനിക്കിഷ്ടമല്ലാത്ത കാര്യം. തുണി അലക്കൽ മാത്രമേ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമുള്ളൂ. ക്ലീനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യും തോറും എനിക്ക് സന്തോഷവും സംതൃപ്തിയും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കൂടി വരുന്ന ഒരു കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്താൽ എനിക്ക് സന്തോഷം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വീടിൻ്റെ വൃത്തിയും മെനയൊക്കെ അങ്ങ് കൂടുകയും ചെയ്യും. ഇതിനൊന്നും ഒരുപാട് ടൈമൊന്നും വേണ്ട. മനസ്സറിഞ്ഞ് ഒരു അരമണിക്കൂർ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഒരു അരമണിക്കൂർ, വീട് ഫുള്ള് ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഒരു മണിക്കൂർ, അത്രയൊക്കെ മതി. നമുക്കതിനൊക്കെ ഒരു മനസ്സുണ്ടാവണം. ഞാൻ ആരെ ഉപദേശിക്കുന്നതൊന്നും അല്ല കേട്ടോ. കാരണം എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ആതിര എങ്ങനെയാണ് ഈ വീടൊക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് വെക്കുന്നത്, ആതിരയ്ക്ക് എവിടെ നിന്നാണ് സമയം, മടുക്കത്തില്ല എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. മടുപ്പൊക്കെ ഉണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ വീട് നല്ല ഭംഗിക്ക് കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടത്തില്ലേ, ആ സന്തോഷമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തൊക്കെ വെക്കും. എന്ന് പറഞ്ഞ് ഇവിടെ ഏത് നേരവും ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു വീടൊന്നും അല്ല കേട്ടോ. അമ്പുണ്ട്, സാധനങ്ങളൊക്കെ നേരത്തെ പറിച്ചിടും. ചിലപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും, അവിടെ കിടക്കട്ടെ എന്ന് വെക്കും. ഏത് നേരം ഞാൻ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്ന എന്തിനാ, എല്ലാം കൂടെ അവിടെ അങ്ങ് കിടക്കട്ടെ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി നമ്മളുടെ വീടാണല്ലോ, നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ലീൻ ചെയ്തു പോകും. എന്നാലും ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനിങ്ങിലേക്ക് അങ്ങ് കിടക്കാം. ഇന്ന് ഞാനേ കിച്ചൺ ക്ലീനിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒരു കിച്ചൺ ടൂറും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് പേർക്ക് ഹോം ടൂർ ചെയ്യണമെന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഒരു സമയം വേണം കേട്ടോ ഹോം ടൂർ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു കിച്ചൺ ടൂർ അങ്ങ് ചെയ്തേക്കാന്ന്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഹോം ടൂർ ചെയ്യുമ്പം ഓരോ കാര്യങ്ങളും നമുക്കിങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും അറിയേണ്ടത് നമ്മൾ ഈ എന്താ പറയുക, ഈ ഒരു എന്തോ അതിനെ പറയുന്നത്, കിച്ചൺ ടോപ്പില്ലേ, അതിൻ്റെ ടൈൽ ഏതാണ്, എന്ത് ടൈപ്പ് ടൈലാണ്, പിന്നെ ഇതുപോലെ തന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്ന കബോർഡിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഏതാണ്, പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എക്സോസ്റ്റ് അത് ഏത് ടൈപ്പാണ്, നന്നായിട്ട് എയർ വലിച്ച് കളയുന്നുണ്ടോ, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട്. ക്ലീനിങ്ങിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടെ അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചേ. നമ്മൾ ഇവിടെയായിട്ടൊരു ബ്ലാക്ക് ഒരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കിച്ചൺ ടോപ്പിൽ ഒരുപാട് സാധനങ്ങളൊന്നും നിരത്തി വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇന്നെന്നൊക്കെ പറഞ്ഞാൽ അമ്പുവിനെ ഞാൻ സമ്മർ ക്യാമ്പിൽ വിടാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പം എൻ്റെ അമ്പാടിക്കോട്ടന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ എനിക്കൊരു തപ്പലാണ്. കാരണം ഞാനും ആദ്യമായിട്ടാണ് കൊച്ചിനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിൽ വിടുന്നത്. അതുകൊണ്ട് എനിക്കും തപ്പലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇട്ട് ആണ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ
പരിപാടിയിലേക്ക് അങ്ങ് കടക്കാം. നമ്മൾ വീടിനെ കുറിച്ച് പ്ലാൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ വീട് ഡിസൈൻ ചെയ്ത സമയത്ത് കിച്ചൺ ഓപ്പൺ ആയിരിക്കണമെന്നും അവിടെ ഒരു 4-5 പേർക്ക് നിന്ന് സംസാരിച്ച് പണിയെടുക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലം വേണമെന്നും എന്നേക്കാൾ കൂടുതൽ ശരത്തേട്ടൻ ആഗ്രഹമുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആള് ശരത്തേട്ടനാട്ടോ. ശരത്തേട്ടൻ എന്തുണ്ടാക്കിയാലും നല്ല കൈപ്പുണ്യാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അടുക്കളയിൽ കയറി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ഈ ടീ കൗണ്ടറിന്റെ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഷെയർ ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും ശരത്തേന്റെ വീട്ടിലാണെങ്കിലും കിച്ചൺ ഭയങ്കര ചെറുതാണ്. 2 പേര് നിന്നാല് ശ്വാസം മുട്ടാൻ തുടങ്ങും. ഒന്നും ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത കുഞ്ഞു കിച്ചൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 10 പേർക്കൊക്കെ സുഖമായിട്ട് ഇവിടെ നിൽക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു കിച്ചൺ വേണമെന്ന് ഞങ്ങൾ നേരത്തെ തൊട്ടേ ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ല കിച്ചണൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനൊക്കെ നല്ല സ്പേസ് ഉള്ളിടത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലത്തില്ലേ, അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത് മെയിനായിട്ട് ഈ കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും വർത്തമാനം പറയാനൊക്കെയാണ്. ഒരുപാട് പേർക്ക് നമ്മുടെ കിച്ചണിൽ കുറേ ഡൗട്ടുകളുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കബോർഡിൻ്റെ ഒക്കെ മെറ്റീരിയൽ ഏതാണ്, പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽ ഏതാണ്, കിച്ചൺ ടോപ്പിൻ്റെ ടൈൽ ഏതാണ്, നമ്മുടെ കിച്ചണിലിട്ടിരിക്കുന്ന ഫ്ലോറിൻ്റെ ടൈൽ ഏതാണ്, പിന്നെ നമ്മളുടെ എക്സോസ്റ്റ് അതിൻ്റെ പവർ അത് സക്ക് ചെയ്തെടുക്കുന്നുണ്ടോ, നമ്മുടെ എയറൊക്കെ സക്ക് ചെയ്തെടുക്കുന്നുണ്ടോ, അങ്ങനെ കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും ഇവിടെ മെസ്സപ്പായിട്ട് കിടക്കുമല്ലോ. അപ്പം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കുട്ടി കിച്ചൺ ടൂർ പോലെയും കൂടെ ചെയ്യാം വീഡിയോൻ്റെ ലാസ്റ്റ്. അതിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം കേട്ടല്ലോ. കരിഞ്ഞുപോയി. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ വാഗമണ്ണിന് പോയിട്ടുണ്ടായിരുന്നേ. ഡോർ അടയാൻ പോവാണ്. ഇവിടെ എപ്പോഴും കാറ്റ് വീശി കഴിഞ്ഞാൽ ഡോർ പെട്ടെന്ന് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും വാഗമണ്ണിന് പോയിട്ട്, ഇതിപ്പോൾ കുപ്പിയാണല്ലോ, ഇതിൽ വെള്ളം നിറച്ച് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ വാഗമണ്ണിന് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് വാടി നിൽക്കുന്നു. എനിക്കാണെങ്കിൽ ശരത്തേട്ടൻ ബർത്ത്ഡേക്ക് കുറേ റോസുകൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് പോയിട്ടൊന്നുമില്ല. അതേണ്ട ഇവിടെ കുറച്ചൊക്കെ കിളുത്ത് വരും. അപ്പോൾ ഞാൻ കളയുന്നൊന്നുമില്ല. ഇതിൻ്റെ ഈ കരിഞ്ഞ ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ നല്ല ഭംഗിക്ക് വെക്കണം. ഡോർ അടഞ്ഞു.
ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡെയിലി ചെയ്തില്ലെങ്കിൽ അടുപ്പിന്റെ കോലം മുഴുവനും കെട്ടുപോകും കേട്ടോ. അതായത് ഇതിലേക്ക് പെട്ടെന്ന് എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കുന്നതിന്റെ പാടുകളും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എനിക്കെപ്പോഴും പറ്റണത് പാല് തിളച്ച് ചാടുക, കഞ്ഞി തിളച്ച്, ചോറ് തിളയ്ക്കാനൊക്കെ അരി അടുപ്പത്തിട്ടിട്ട് പോയിട്ട് അടപ്പങ്ങ് മാറ്റാൻ മറന്നു പോകും. അപ്പൊ പെട്ടെന്ന് അങ്ങ് തിളച്ച് ചാടും. അങ്ങനെ അടുപ്പ് നല്ല വൃത്തിയാടാവാൻ ഇതിൽ നിറയെ പാടുകൾ പെട്ടെന്ന് വീഴും. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് വെച്ചാൽ അത് വീഴുമ്പോ തന്നെ തീ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, എന്നാലും ഞാൻ ആ സൈഡൊക്കെ ഒന്ന് തൂത്ത് അങ്ങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പത്തൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയങ്ങളിൽ മുഴുവൻ എടുത്ത് എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ഒരച്ചൊരച്ച് കഴുകി ആ പാടുകൾ മുഴുവനും കളയുവേ. ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ച് ടാസ്ക് ആണ്. പക്ഷെ എന്നാലും ഇതിങ്ങനെ ക്ലീൻ ആക്കി ഇട്ടില്ലെങ്കിൽ നിറയെ പാടുകളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതില് എപ്പോഴും ഇതിപ്പം ഈ അടുപ്പിന് പെട്ടെന്ന് എന്തോ കംപ്ലൈന്റ് വരുമെന്ന് എനിക്ക് തോന്നി. ഇതിന്റെ ബാറ്ററി പോയിരിക്കും. ഞാനിപ്പോ തീപ്പെട്ടി അരച്ചാ കത്തിക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. എന്റെ ഗ്യാസിന് നല്ല ക്ഷാമമുള്ള സമയമാണല്ലോ. ആ സമയത്ത് തന്നെ എന്റെ ഗ്യാസ് ലീക്കായി പോയി. അതായത് ഞാൻ ഈ മാസം 7-ാം തീയതി, അതായത് ഏപ്രിൽ 7-ാം തീയതി ഒരു ഫുൾ കുറ്റി നിറച്ച് കിട്ടിയത് എടുത്തു വെച്ചതാണ്. അത് എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പം എന്റെ ഗ്യാസ് അടുപ്പ് കത്തുന്നില്ല. എന്താണെന്നറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഗ്യാസിന്റെ ബാറ്ററി പോയിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കലൊക്കെ നിർത്തി വെച്ച് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് തീർന്നത്. അതായത് ഞാൻ വൈകുന്നേരത്തെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിലാണ് ഗ്യാസ് തീർന്നത്. അപ്പൊ ഞാനിങ്ങനെ ഗ്യാസ് തീർന്നു കാണും എന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു അടുപ്പിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, എന്തെങ്കിലും പറ്റിക്കാണും, നാളെ ടെക്നീഷ്യനെ വിളിച്ച് ശരിയാക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കൽ നിർത്തി. ഉള്ളത് കൊണ്ട് അങ്ങ് കഴിച്ചിട്ടങ്ങ് കിടന്നു. എന്നിട്ട് അപ്പുറം തറവാട്ടിൽ നിന്ന് അമ്മ രാത്രിയിലൂടെ കിടക്കാൻ വരുന്നുണ്ട്. അമ്മ വന്നപ്പോ അമ്മ ഓൺ ചെയ്ത് നോക്കി, കുറ്റിയൊന്ന് അനക്കി നോക്കിയപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഗ്യാസ് തീർന്നതാണ്. രാവിലെ എന്നിട്ട് അച്ഛനും കൂടെ വന്ന് അവർ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ അച്ഛൻ കൺഫേം പറഞ്ഞു ഗ്യാസ് തീർന്നെന്ന്. അതായത് വെച്ചിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. ഒരുപാടൊന്നും കുക്ക് ചെയ്യണില്ല, കാരണം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. കുക്കറിനകത്ത് എന്തെങ്കിലും കഞ്ഞി ഉണ്ടാക്കലോ അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് കുക്കിംഗ്. അല്ലാണ്ട് അങ്ങനെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ തവണ ഗ്യാസ് കറക്റ്റ് 1.5 മാസം കണ്ടോ നിന്നായിരുന്നു. ഇത് 2 ആഴ്ച ആയതേ ഉള്ളൂ. ഗ്യാസ് ലീക്കായിരുന്നു. അതായത് ചെറിയ രീതിക്ക് ലീക്കായിരുന്നു. 2 ആഴ്ച. ചെറിയ ദൈവം എന്ന് പറയുന്ന ഒരാള്, അമ്മയും അച്ഛനും ഒക്കെ പറയുന്നതാ ഇത്രയും ഭാഗ്യം എന്ന് വെച്ചാൽ ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ ഒന്നും പറ്റാണ്ടിരുന്നത്. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലോ. കാരണം ഞങ്ങള് ഗ്യാസ് ഇതുപോലെ ആ ഗ്യാസ് അടുപ്പിന്റെ അവിടെ തന്നെ ആയിട്ടൊരു കുഞ്ഞ് കബോർഡ് ഉണ്ട്, അതിനകത്ത് കയറ്റി വെക്കുക ചെയ്യുന്നത്, പുറത്തല്ല വെച്ചേക്കുന്നത്. എന്തോ ഭാഗ്യം ഉള്ളത് കൊണ്ടാണല്ലോ അത് ഒന്നും പറ്റാണ്ടിരുന്നത്. പിന്നെ അന്ന് തന്നെ ടെക്നീഷ്യനെ വിളിച്ച് അത് ശരിയാക്കി. ഗ്യാസ് ഏജൻസിന്ന് ആള് വന്ന് അതിന്റെ കേബിളൊക്കെ മാറ്റിയിട്ട് അപ്പൊ തന്നെ അത് റെഡിയാക്കി എടുത്തു. പക്ഷെ എന്നാലും ഇത്രയും ഗ്യാസ് കിട്ടാൻ ക്ഷാമമുള്ള ഈ ഒരു നേരത്ത് എനിക്ക് ഇങ്ങനെ ഒരു പറ്റിയല്ലോ എന്ന് ആലോചിച്ചിട്ട് 2 ദിവസം എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഈ മാസം വരെ ഉപയോഗിച്ചിട്ട് അടുത്ത മാസത്തേക്ക് വേറെ കുറ്റി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സേഫ് ആണല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും എന്റെ കയ്യിൽ ഗ്യാസ് കുറ്റി ഉണ്ട്, ഗ്യാസ് ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ടൊന്ന് അഹങ്കരിച്ചായിരുന്നു. അതെന്തായാലും അങ്ങ് പോയി കിട്ടി കേട്ടോ. മുകളിൽ കയറി നിന്ന് കബോർഡൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അതിന്റെ മുകളിൽ നിറയെ പൊടി ഉണ്ടായിരുന്നു. മാറാലിയൊന്നുമില്ല, പക്ഷെ ആ ഷെൽഫിന്റെ മുകളിൽ ഇങ്ങനെ പൊടിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ പിന്നെ കൈയോടെ അതും അങ്ങ് തൂത്തുവാരി കളയാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിന് കയറുന്ന നേരത്തെ ഇതൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓടി വന്ന് കിച്ചൺ ടോപ്പ് തുടയ്ക്കലും തൂക്കലും ഒക്കെ ആയിരിക്കും. അല്ലാണ്ട് ഇതിന്റെ മുകളിലേക്ക് കയറലും ശ്രദ്ധിക്കലും ഒന്നും ഉണ്ടാവത്തില്ല. നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നേ. നമ്മുടെ പിന്നെ ഇവിടെ കിച്ചണിൽ ഒരുപാട് കറികളൊന്നും പുറത്തൊന്നും തുറന്നു വെക്കാത്തത് കൊണ്ട് പൊടി വീഴും എന്നുള്ള ഡൗട്ടൊന്നും ഇല്ല. പെട്ടെന്ന് നമുക്ക് വീണ്ടും തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വേസ്റ്റൊക്കെ അങ്ങ് വാരിയെടുത്തു. മാറാല ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാറാലയൊക്കെ എപ്പോഴും തുടച്ച് പോകുന്നുണ്ട്. താഴെ നിന്ന് തുടയ്ക്കുമ്പോൾ ഈ മാറാല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മോളിൽ കയറുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗവും അവിടുത്തെ പൊടികളൊക്കെ കാണാൻ പറ്റത്തുള്ളേ. അതും കയ്യോടെ അങ്ങ് അടിച്ചു വാരി കളഞ്ഞേ.
അപ്പോൾ അങ്ങനെ എൻ്റെ മുകളിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കബോർഡ്സ് എല്ലാം നന്നായിട്ട് തൂത്ത് തുടച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അങ്ങ് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് തൂത്ത് വാരിയപ്പോൾ കുറച്ച് പൊടികളൊക്കെ കിച്ചൺ ടോപ്പിൽ വീണിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടന്നതുമല്ലേ, അതുകൊണ്ട് ഞാൻ അത് മുഴുവൻ അങ്ങോട്ട് വീണ്ടും ക്ലീൻ ചെയ്തേ. കാരണം എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ ചവിട്ടി നടന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ തുണിയൊക്കെ ഒന്നും കൂടെ നനച്ച് ഗ്യാസ് അടുപ്പൊക്കെ ഒന്നുകൂടെ തൂത്ത് തുടച്ച്. കാരണം ചെറിയ രീതിക്ക് പൊടിയും വീണിട്ടുണ്ട്. ആ പൊടികളും ചവിട്ടി നടന്നതിൻ്റെ പാടൊക്കെ അങ്ങ് തൂത്ത് തുടച്ച് അങ്ങ് കളഞ്ഞു. ഇനി സിങ്കിൽ നിറയെ പാത്രങ്ങൾ കിടക്കുന്നുണ്ട്, അതും കൂടെ കഴുകി അടുക്കളയെല്ലാം ഒന്ന് അടിച്ച് തൂത്തുവാരി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് ഒക്കെ തീരാറായി. കാരണം അമ്പാടിക്കുട്ടൻ സമ്മർ ക്യാമ്പ് കഴിഞ്ഞ് വരാൻ നേരമായി. അതുകൊണ്ട് ഞാൻ ഇനി വേഗം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം എല്ലായിടവും നന്നായിട്ട് തൂത്ത് തുടച്ചെടുത്തിട്ടുണ്ട്. മുകളിൽ കബോർഡൊക്കെ ഞാൻ നന്നായിട്ട് തൂത്ത് മുകളിലുണ്ടായിരുന്ന പൊടിയെല്ലാം ഞാൻ അടിച്ചു വാരിയെടുത്തു. മാറാലൊന്നുമില്ല കേട്ടോ. ഇനി ആകെപ്പാടുള്ളൊരു ജോലി എന്ന് വെച്ചാൽ പാത്രം കഴുകണം, പിന്നെ നമ്മുടെ ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചിടണം. ഒരുപാട് പാത്രമൊന്നും കഴുകാനില്ല. ഗ്യാസിൻ്റെ മറ്റേ ആ അടുപ്പിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്, അതും കൂടെ അങ്ങ് കഴുകി കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കിച്ചൺ ക്ലീനിങ് ഏകദേശമൊക്കെ ഒന്ന് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ കയ്യോടെ ഞാൻ ആ പാത്രം കൂടെ അങ്ങ് കഴുകി വെക്കട്ടെ. ഞാനിതിപ്പോൾ ബ്രഷ് വെച്ചാണ് കേട്ടോ ഈ ഒരു സാധനം കഴുകുന്നത്. അതാകുമ്പം ഇതിൻ്റെ എഡ്ജസ്റ്റിലും എവിടെ പൊടിയും ചെളിയും കറി വെച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കൈയൊക്കെ ഇട്ട് കഴുകുമ്പോൾ കൈ മുറിയാനും അല്ലെങ്കിൽ കൈ ഒന്ന് ഇടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. വേദന എടുക്കും, നല്ല വേദനയുണ്ട്. നല്ല വെയിറ്റ് ഉള്ള സാധനമാണല്ലോ. അപ്പോൾ ഈ ബ്രഷ് ഇട്ട് കഴുകുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സാധനം കഴുകാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ ഈ പല്ലൊക്കെ തേച്ചിട്ട് നമ്മുടെ പഴയ ആവുന്ന ബ്രഷ് ഇല്ലേ, ആ ബ്രഷ് ഒന്ന് എടുത്ത് കഴുകി നോക്കും. നന്നായിട്ട് ചെളിയും പോകും, നമ്മുടെ കൈ വേദനിക്കുന്നില്ല, പണിയൊക്കെ പെട്ടെന്ന് തീരുകയും ചെയ്യുവേ. ഞാൻ പിന്നെ പാത്രം കഴുകുന്ന രീതി എന്ന് പറഞ്ഞാൽ സോപ്പ് ഇട്ടെല്ലാം വെക്കും, എന്നിട്ടാണ് വീണ്ടും എല്ലാം ഒന്നുകൂടെ കഴുകുന്നത്. എനിക്ക് ഒരെണ്ണം കഴുകി ഒരെണ്ണം സോപ്പിട്ട് കഴുകി വെള്ളമൊഴിച്ച് കഴുകി മാറ്റി വെച്ച് പിന്നെ അടുത്ത് അതിനേക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു രീതിയിൽ കഴിയുമ്പോഴാണ്. കേട്ടോ, പെട്ടെന്ന് കാര്യങ്ങൾ തീരുന്നുണ്ടേ. ഇനി ആർക്കും കൂടെ ഉള്ളൂ. കേട്ടാ, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ എഡ്ജസ് ഒക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞു. കറണ്ട് പോയി. കറണ്ട് പോവാണെങ്കിൽ പോട്ടെ, നമ്മുടെ പണിയൊന്നും നിർത്തുവൊന്നും വേണ്ട. ഞാൻ പണി തുടരും.
വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഈ കാണുന്ന ലൈനിൽ നിന്നും ഇൻവെർട്ടറിന്റെ കണക്ഷൻ പോണില്ല കേട്ടോ. മിക്സി, പിന്നെ എന്താണ് ഫ്രിഡ്ജ്, പിന്നെ നമ്മുടെ കെറ്റിൽ വെക്കുന്നത്, അയൺ ബോക്സ്, അതിലേക്കൊന്നും നമ്മൾ ഇൻവെർട്ടറിന്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ കറണ്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലൈറ്റ് കത്തുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. അങ്ങനെ ഇതിന്റെ പാത്രം നമ്മള് നമ്മുടെ ഈ സിങ്കിൽ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അപ്പൊ വേസ്റ്റ് ഒന്നും അകത്തേക്ക് പോകത്തില്ല. നമുക്ക് ഇവിടെ എടുത്തിട്ട് പാത്രത്തിനകത്ത് കൊട്ടി പെട്ടെന്ന് ഈസി ആയിട്ട് കൊണ്ട് കളയാൻ പറ്റും നമുക്ക്. അപ്പൊ ഞാൻ ഇത് കൊണ്ട് കളഞ്ഞിട്ട് വരണം. നിറച്ച് വെള്ളമായിട്ടിരിക്കുക. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ചൂടെന്ന് പറഞ്ഞാല് പൊള്ളി പോണ ടൈപ്പ് ചൂടാ, ഒരു രക്ഷയില്ല. എനിക്ക് പണിയൊക്കെ ചെയ്ത് തുടങ്ങിയാൽ വേഗം തീർക്കണം. പെട്ടെന്ന് ഇങ്ങനെ ലാഗ് അടിച്ചിരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ കഴിവതും പെട്ടെന്ന് പണിയൊക്കെ തീർക്കുവായി. ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എൻ്റെ പാത്രങ്ങളെല്ലാം കഴിയും. എനിക്ക് പാത്രങ്ങൾ കഴുകാനൊന്നുമില്ല. അപ്പം ഇത് ഗ്യാസിൻ്റെ അടുപ്പിൽ കൊണ്ടു വെക്കാനുള്ളത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ സിങ്ക് ഒന്ന് കഴുകിയും കൂടെ ഇടാം. വെള്ളത്തിനൊക്കെ ഭയങ്കര ചൂട്. ഇവ ചൂട് വെള്ളത്തിൽ ഹീറ്റർ ഓൺ ചെയ്തിട്ട് വെള്ളം വരുന്ന അതേ ടെമ്പറേച്ചർ. ഓടിന്റെ അടിയിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നല്ല ചൂടാണ് കേട്ടോ വെള്ളത്തിന്.
അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ കഠിന പ്രയത്നങ്ങൾക്ക് ശേഷം എൻ്റെ കിച്ചൺ മുഴുവനും ഞാൻ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. മുക്കും മൂലയും തൂത്തും തുടച്ചും അടുക്കി പറക്കി വെച്ചും പാത്രം കഴുകിയും ഒക്കെ എന്നെ കൊണ്ട് പറ്റണ രീതിക്ക് ഞാനിവിടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് നമ്മുടെ കിച്ചൺ ടോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നിരന്നിരിക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. കഴിവതും ഇവിടെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് വേണ്ടേ ഇങ്ങനൊരു അൽമാര നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. കാരണം ഇങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ആകെ എപ്പോഴും മെസ്സായിരിക്കും. അതായത് നമ്മളുടെ വലിയ വലിയ ടിന്നുകൾ, മിക്സി, അതിൻ്റെ ജാറ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്താണ്. പിന്നെ എന്തെങ്കിലും കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി അതെല്ലാം വേണ്ടി ഈ ഒരു ബ്ലാക്ക് അൽമാരയിലാണ് വെക്കുന്നത്. സോ അതിൻ്റെ അടപ്പ് അങ്ങനെ ബ്ലാക്ക് കൊടുത്തേ, അതാകുമ്പം ആർക്കും അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ വരുന്ന കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ കിച്ചൺ മൊത്തം ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡിലാണ് കേട്ടോ. എങ്ങനെയൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ അതുപോലെ എല്ലാം കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മളിവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ ടോപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഈ വരുന്ന ഷെൽഫ്, കബോർഡ്സ് ഒക്കെ അടിച്ചിരിക്കുന്നതൊക്കെ ഈ കാണുന്ന ഈ സംഭവം ഇതെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത് ജിപ്സം ബോർഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സോസ്റ്റ് വെച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു എക്സോസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾക്ക് ഈ വിൻഡോസ് കണ്ടോ, ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിടാൻ പറ്റും. അപ്പം നമുക്ക് ഒരുപാട് സ്മെല്ലൊന്നും നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ നിൽക്കത്തില്ല. ഇതുപോലെ ശരിക്കും ഓപ്പൺ ചെയ്തിടാൻ പറ്റിയ ടൈപ്പ് വിൻഡോസ് ആണ് നമ്മളുടെ വീട്ടിൽ എല്ലായിടത്തും ഉള്ളത്. ഓപ്പൺ കിച്ചണും ആണ്. അതുകൊണ്ട് സ്മെൽ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾ അപ്പം തന്നെ ആ കാണുന്ന ജനലെല്ലാം ഓപ്പൺ ചെയ്തിടും. അതുപോലെ തന്നെ നമ്മളുടെ എക്സോസ്റ്റ് ഓൺ ചെയ്യും. എക്സോസ്റ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് വലിയ നന്നായിട്ട് സക്കിംഗ് പവറുള്ള എക്സോസ്റ്റ് വെച്ചു കൊടുക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ ജിപ്സം ബോർഡ് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലത്തെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വീണ്ടും ജിപ്സം ബോർഡ് കട്ട് ചെയ്താൽ മൊത്തം പൊട്ടിപ്പോകും, നമുക്ക് ഡബിൾ പണി എടുക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഇതിനൊരു സൊല്യൂഷൻ പോലെ ഈ ചെറിയൊരു എക്സോസ്റ്റ്, ഇത് ലൂക്കറിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു എക്സോസ്റ്റ് വരുന്നത് കണ്ടില്ലേ, ലൂക്കറിൻ്റെ ആണ്. നല്ല സക്കിംഗ് പവർ ഉണ്ട്. നമ്മളുടെ ഈ 3 ഗ്യാസ് അടുപ്പിൻ്റെയും ഇത് വലിച്ചെടുക്കുന്നുണ്ടേ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ സ്മെല്ലൊന്നും നമ്മളുടെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമ്മളുടെ ഈ ടൈല് വരുന്നത് നാനോ ടൈലാണ് വരുന്നത്. എനിക്ക് കൺഫ്യൂഷൻ വരും. നാനോ ടൈലാണ്, അതായത് ഇതിൽ കട്ടിങ് ഇല്ല, നീളത്തിലൊരു ടൈലാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ കട്ടിങ് ഒന്നുമില്ല, ഒറ്റ നീളത്തിൽ വന്നിരിക്കുന്ന ടൈലാണ്. പിന്നെ ഇവിടെ വരുമ്പം നമ്മൾ ഈ വാഷ് ഏരിയൻ്റെ ഒക്കെ ആ സിങ്കിൻ്റെ ഒക്കെ ആ ഒരു ഏരിയയിൽ വരുമ്പം ചെറിയ കട്ടിങ് വന്നിട്ടുണ്ട്. അല്ലാണ്ട് കട്ടിങ് ഒരുപാട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തിടാൻ ഇത് എളുപ്പമാണ്. നമുക്ക് ചെളികളൊന്നും ഈ കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ ചെളികൾ ഇങ്ങനെ വന്നിരിക്കുമല്ലോ, അതൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിടാൻ പറ്റുന്നുണ്ട്. വളരെ മിനിമലായിട്ട് പണിതിരിക്കുന്ന ഒരു കിച്ചൺ ആണ് കേട്ടോ നമ്മളുടേത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈലൊക്കെ മൊറോക്കൻ ടൈലാണ്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ കിച്ചണിനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇത് ഫുഡിൻ്റേത്, ഇതെന്തോ അലുമിനിയം ഷീറ്റാണ്. പക്ഷേ നല്ല ഭംഗിയില്ലേ. ഇത് ഞങ്ങൾ തന്നെ, ഞാനും ശരത്തേട്ടനും കൂടിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തതാണ്. പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു, ഓഫ് വൈറ്റ് കളറിൽ. അവിടെയും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട് ഒരെണ്ണം. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു. ബട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തപ്പം നമ്മളുടെ കിച്ചൻ്റെ ലുക്ക് മൊത്തം അങ്ങ് മാറി. നല്ല ഭംഗിയായ കിച്ചൺ കാണാൻ. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഫ്രിഡ്ജ് ഈസി ആയിട്ട് അതിലേക്ക് തന്നെ കയറിയിരുന്നു. അപ്പം നമുക്ക് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് ഒരു പ്ലേസ് ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ ആഗ്രഹിച്ച് പണിത ഞങ്ങളുടെ ചെറിയ വലിയ കിച്ചൺ. ഈ കിച്ചൺ എപ്പോൾ കാണിച്ചാലും ഒരുപാട് ഡൗട്ടുകൾ എനിക്ക് ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം. ഒരുപാട് നേരത്തെ ക്ലീനിങ് ഒക്കെ കാരണം നല്ല ചൂടൊക്കെ എടുത്ത്
നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ കിച്ചൺ ഇത്രയും നല്ല ഭംഗിക്ക് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള, എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ കിച്ചണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.